ഈ പറഞ്ഞ വാരി വലിച്ചൊന്നും സിനിമ ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് സിനിമകൾ വരുന്നു, അത് ചെയ്യുന്നുണ്ട്. ബാലു എന്ന ക്യാരക്ടർ ഹിറ്റായി കഴിഞ്ഞപ്പോ നമുക്ക് എന്താ ഭാഗ്യം, ആദ്യത്തെ സീരിയൽ തന്നെ ഫസ്റ്റ് ചെയ്തു, ഹിറ്റ് വേഷം. പക്ഷെ അതിന്റെ പുറകിലുണ്ടായിരുന്ന ഒരു കുറെ കാലത്തെ ഒരു സ്ട്രഗിള്. തീർച്ചയായിട്ടും എനിക്കത് ഈ ബാക്ക് ബെഞ്ചേഴ്സ് പലർക്കും എനിക്ക് കണ്ട ഓർമ്മയുണ്ട്, നമ്മൾ അമൃത ടിവിയിലെ സിറ്റ്കോം കണ്ട ഓർമ്മയുണ്ട്. അപ്പൊ ആ ഒരു സിറ്റ്കോമിലേക്ക് എത്തുന്നത്, അതായത് നമ്മൾ കാണുന്ന യൂഷ്വൽ ഫിക്ഷൻ എന്ന് പറയുന്നത് മെഗാ സീരിയൽ ആണ്. പക്ഷെ സിറ്റ്കോം ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. കാരണം ഇതിന് നമുക്ക് എന്തൊക്കെ അറിയാമോ, അതായത് നമുക്ക് എന്തൊക്കെ പരീക്ഷണങ്ങൾ വേണോ എല്ലാം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം എനിക്കൊരു പോലീസുകാരനാണെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ എൻ്റെ കണ്ടന്റ് ഞാൻ ഇവിടെ നാളെ പോലീസുകാർ ഇങ്ങനൊരു കഥയുണ്ട്, ഇവിടെ കഥ എഴുതും. എനിക്ക് ഡോക്ടറാണെങ്കിൽ ഡോക്ടർ, മെക്കാനിക്കാണെങ്കിൽ മെക്കാനിക്, ഡാൻസുകാരനാണെങ്കിലും പാചകക്കാരനാണെങ്കിലും ജ്യോതിഷക്കാരനായിരുന്നെങ്കിലും എന്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ അറിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. സീരിയലാകുമ്പോൾ അവർ ചെയ്യുന്ന ചിട്ടപ്പടിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാ സ്വാതന്ത്ര്യവും. ഈ ഒരു നമ്മളെ ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നമ്മളത് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് വായിക്കുന്നുവെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇംപ്രവൈസ് ചെയ്ത് തിരുത്താൻ പറ്റും. പക്ഷേ ഈ സാധാരണ സീരിയലിൽ അങ്ങനെ, അല്ലെങ്കിൽ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് ഈ ചിട്ടയിൽ ഡയലോഗ് അങ്ങനെ തന്നെ പറയേണ്ടി വരാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഞാനങ്ങനെ പോയിട്ടില്ല സീരിയലിൽ, ഒന്നും ചെയ്തിട്ടില്ല. രാധാമാധവ സീരിയൽ പണ്ട്, അത് ഈ വീട്ടിൽ വെച്ചായിരുന്നു. എൻ്റെ വൈഫായിട്ട് അഭിനയിച്ചത് വിദ്യുജ മേനോനായിരുന്നു. പക്ഷെ അത് പുറത്തിറങ്ങിയിട്ടില്ല. അത് മണി ഷൊണൂണായിരുന്നു എൻ്റെ. അപ്പം എനിക്ക് അന്നത് ചെയ്തെങ്കിലും എനിക്ക് അതിനോട്, കാരണം നമ്മളിപ്പം സംസാരിക്കണമെങ്കിൽ സീരിയലാകുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കേണ്ടി വരും. ക്യാമറ നോക്കി ഇവിടെ ആൾ നിൽക്കും, ഇയാളോട് പറയേണ്ടത് അങ്ങ്, അത് ആ ഒരു രീതിയാണ്. അത് മോശം ഇല്ലല്ലോ, മോശം ലൈഫ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കേട്ട് പറയല്ലേ. ആരും സീരിയലാരും അവർക്ക് ഒരു ദിവസം ഇത്ര എപ്പിസോഡ് അടിച്ചു തീർക്കണമെന്നുണ്ട്. അപ്പം പിന്നെ എല്ലാം കാണാൻ പഠിച്ച് പറയിക്കാനുള്ള സമയമൊന്നും അവർ തരില്ല. അപ്പം നമ്മൾ കേട്ട് പറയുമ്പോൾ എന്തായിരുന്നാലും അത് എന്നാലും അതിലും ചെയ്യുന്ന മിടുക്കന്മാരുണ്ട്. പക്ഷെ നമുക്ക് എന്താ അത് സൂട്ടാവില്ല, അവിടെ ചെന്നാൽ പരാജയമായിരിക്കും. ഒരു ഭയങ്കര ഒരു അടുക്കി നമ്മളൊരു കെട്ടി ഇട്ടിട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ കാണുമ്പോ എന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു ഫ്രീഡം നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ല. നമ്മൾ കണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ അവിടെ അനങ്ങാണ്ട് നിന്ന് ഡയലോഗ് പറയുന്നു, കുറച്ചു നേരം നിന്ന് റിയാക്ഷൻ കൊടുക്കുന്നു, മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഇഫക്റ്റിൽ നമ്മൾ ഇമോഷൻസ് മനസ്സിലാക്കും. പക്ഷെ അതങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്നു ഇങ്ങോട്ട് കിടക്കുന്നു. അപ്പോൾ ഈ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും ഇത് അറിയില്ല. അവർ നോക്കുമ്പോൾ അതൊരു വീട് മൊത്തം ഇങ്ങനെ നടക്കുന്നു, ഈ വീടിനകത്തുള്ള കഥാപാത്രങ്ങളെയും കംപ്ലീറ്റ് ബന്ധങ്ങളെയും എല്ലാവർക്കും അറിയാം. അത് ഇതിന്റെ ഈ ഷൂട്ടിംഗ് പ്രോസസ്സ് കാരണമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ഷൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചു മറന്ന് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ നമ്മുടെ ഒരു സംഭവം കൺവേ ചെയ്യാൻ വേണ്ടി നമ്മളെന്ത് ഭാഷ ഉപയോഗിക്കും അല്ലേ? അത് ഹിന്ദി ആയിക്കോട്ടെ, അപ്പം കാര്യം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏത് ഭാഷയും നമുക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ ഭാഷയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് കാര്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് അവതരിപ്പിക്കേണ്ടത്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം, അതിന് ചിട്ടയായി നേരത്തെ പറഞ്ഞ പോലെ അതിർ വരമ്പുകളോ പിടിച്ചു നിർത്തിയോ, പിന്നെ ഈ ടെക്നിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങൾ അധികം അതിൽ കടന്നു കയറുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു കാര്യം പറയട്ടെ, ക്യാമറയ്ക്ക് വേണ്ടി അവരുടെ ആയിട്ടല്ല, നമുക്ക് വേണ്ടി ക്യാമറ. നമ്മൾ എവിടെ പോയാലും അവിടെ ക്യാമറ ഉണ്ട്, അല്ല ക്യാമറയ്ക്ക് ഒരു ചിട്ടവട്ടം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള അതിലല്ല ഇത്. പക്ഷെ ഈ ഒരു സാധനം വേറെ ഒരിടത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. സിനിമയിൽ പറയുന്ന അതേ ഡയലോഗ് ഉണ്ട്, വെള്ളത്തിൽ കൂടെ ചാടട്ടെ എന്നുള്ളതാണ്. അല്ല, അപ്പോൾ ഇതിപ്പോൾ സിനിമയിൽ ആപ്ലിക്കബിൾ അല്ല, സീരിയലിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ രീതികളുണ്ട്. ഇപ്പം സംവിധായകൻ്റെ കലയാണ് സിനിമയാണെങ്കിൽ, ഇതിപ്പോൾ സംവിധായകൻ്റെ കലയെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, എല്ലാവരും കൂടി ചേർന്നുള്ള സംഭവമാണ്. ആരും ഇതിൽ പ്രധാന കണ്ണിയാൻറ്റി ഞാൻ മാത്രമല്ല ഇവിടെ. പാറക്കുട്ടി ഇപ്പം ഇന്നലെ വന്ന് ഇപ്പം പൂച്ചക്കുട്ടി വരെ എല്ലാം ഒന്നാണ്. ഡയറക്ടർ ഒന്നാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഒന്നാണ്, എല്ലാവരും ക്യാമറമാന് എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഈ സംഭവം നടക്കത്തുള്ളൂ. ശരിക്കും ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എന്താ പറയുക, പിള്ളേരൊക്കെ വളർന്നു വരുന്നത് അങ്ങ് കാണുമായിരുന്നു. ശരിക്കും നമ്മുടെ ഫാമിലിയിലെ മക്കളൊക്കെ വളർന്നു വരുന്ന പോലെ കേശുവും ശിവാനിയും ലച്ചും ഒക്കെ വളരുക. ഇപ്പം ആ ഒരു ഭയങ്കര അടുപ്പമുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒരുമിച്ച് ചെയ്യുകയാണ് ഒരു ഫാമിലി ആയിട്ട്. ആ ബോണ്ടിങ്, വർക്ക് എന്നുള്ളത് മാറി, വർക്കിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞല്ലോ. കറക്റ്റ് അറിഞ്ഞത് കൊറോണ സമയത്തായിരുന്നു. നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് ഒരു 4 ദിവസം 5 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. വീട്ടിൽ 6 വർഷം നിൽക്കാറുള്ളൂ, ഏറ്റവും കൂടുതൽ നിൽക്കാറുള്ളൂ 5 ദിവസം 6 ദിവസം. അപ്പം പിന്നെ അത്രയും ഇതൊന്നുമില്ല. പക്ഷേ ഈ കൊറോണ സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പിന്നെ അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ഓരോ സീന് ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത് സീനുകളാക്കി പോയിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായതല്ലേ എത്രത്തോളം ആ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. പിന്നെ പിള്ളേർ വേറെ ഒന്നുമല്ല, ഈ പിള്ളേർ പഠിക്കാനും മിടുക്കന്മാരാണ് ഇവരെ.
പിന്നെ ഒരു കാര്യം, പാഠപുസ്തകത്തിലൂടെ മാത്രമല്ല അവരുടെ അറിവ്, ഈ സ്ക്രിപ്റ്റ് വൈസ് എഴുതുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങളും കൂടെ അവർ പഠിക്കുകയാണ്. പല പല സാഹചര്യങ്ങളിലോട്ട് പോവില്ല. പിന്നെ അവർ അതുകൊണ്ട് പിന്നെ കുട്ടിത്വം അവരുടെ പോയി എന്ന് വേണം പറയാം. അങ്ങനെ ഒരു സംഭവം കൂടെ അവർക്കുണ്ട്. ഒരു കുട്ടികളല്ല, ഒരു കുട്ടിയെ പ്രായത്തിലെ ഒരു. അപ്പൊ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മോള് വളരെ സൈലന്റ് ആണെന്ന് എനിക്ക് തോന്നും. ഞാൻ ഇവളൊന്നും സംസാരിക്കാത്ത. പക്ഷേ സാധാരണ പിള്ളേർ അങ്ങനെയാണ്. ഇതങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കേശു ഇരിക്കുക, സെറ്റിലിരിക്കുക, ഇപ്പോഴുള്ള കാര്യമല്ല, ഒരു 1, 2, 3 വർഷങ്ങൾക്ക് മുമ്പുള്ള കേശുവിനെ ഞാൻ പറഞ്ഞു. കേശു ഇരുന്നിട്ട് ഒരാൾ വരെയാണ്, അയാൾക്ക് ഒരു 10-60 വയസ്സുണ്ടെന്ന് വിചാരിക്കും. വന്ന ഉടനെ ഇപ്പം നമ്മൾ സാധാരണ പിള്ളേരാകുമ്പോൾ ഇരിക്കുമ്പോൾ ചിരിക്കും. അപ്പം ആ പുള്ളിയിൽ ചോദിക്കുക, മോനെ നന്നായിട്ട് അഭിനയിക്കുന്നു കേട്ടോ, എന്താ പേര് മോനെ? അത് അൽസാബിത്ത്. അതാണല്ലേ ഒറിജിനൽ പേര്? ആ ശരി ശരി, ഓക്കെ ഇതല്ലേ. പക്ഷെ കേശു അതല്ല. കേശുവിന് ഇരുന്നിട്ട് എന്താ പേരെന്താ? എൻ്റെ പേര് നാരായണൻ. ആ ഓക്കെ, എന്ത് ചെയ്യുന്നു ഇവിടെ? പെൻഷനായോ? ഓ സുഖമാണോ? ഫാമിലിയൊക്കെ സുഖമായിരിക്കണോ? ഓക്കെ ഓക്കെ. ഇതാണ് അവൻ. കാരണം തിരിച്ചടിച്ച് അവൻ കാരണവരെ. അല്ല അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ആദ്യം കാരണം എന്ന് വെച്ചാൽ കുട്ടികളാണ് എന്നുള്ള രീതിയിൽ അവിടെ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ളതേ ഉള്ളൂ, വലിയവർക്കൊപ്പം തന്നെയാണ്. നമുക്ക് ചില സമയത്ത് ഈ പറഞ്ഞ കമന്റ്സിന്റെ ഇടയിൽ കുട്ടികൾ ചെറിയ ഞാൻ പറയട്ടെ, അത് പറയിപ്പിക്കുക തന്നെയാണ്. കച്ചവടമല്ലേ ഇത്? ഞാൻ പറയട്ടെ, ബോവനും മോളിൽ കൂടെ സമകാലീന പ്രശ്നങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ബോവനും മോളിയാണല്ലോ. ഈ കുട്ടികളുടെ പറയുമ്പോൾ അതിനൊരു അത് നമുക്ക് കേൾക്കാനൊരു അത് കച്ചവടം തന്നെയാണ്. അങ്ങനെ പറയിപ്പിക്കാൻ പറ്റൂ എന്തായിരുന്നാലും. ഈ കൂട്ടത്തില് ഏറ്റവും വലിയ വേന്ദ്രൻ അല്ലെങ്കിൽ വേന്ദ്രത്തെ ആരാ? കേശുവാണ് ചില എല്ലാം കൂടെ വിളിച്ച് പൊട്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നതും. എന്നാൽ കേശുവാണ് കൂടുതലും നിൽക്കുക. ബാക്കിയല്ല. ഇപ്പം പാർക്കുട്ടി ഈ ഇടയ്ക്ക് ഏതോ ഫിലിം മാഗസീൻ എന്തോ വന്നപ്പോൾ നമ്മൾക്കൂടെ വേറെ ഷൂട്ടായിരുന്നു. ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യണു. ഞാൻ നോക്കിയാൽ പാർക്കുട്ടി അങ്ങോട്ട് ഇൻസ്ട്രക്ട് ചെയ്യണം, അവിടെ നിന്ന് എടുത്താൽ മതി, ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ കൈ കാണി, അപ്പോൾ കട്ട് ചെയ്യണേ, അന്ന് കാണിച്ചു തരണം എനിക്ക് എടുത്തത്. ഇവിടെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അതുപോലെ അപ്പം എല്ലാം ഇവിടത്തെ ആയി.